ചേട്ടാ, നമ്മുടെ നെയ്യാറ്റിൻകരയിലെ വിവാദമായ നമ്മുടെ സമാധി വിഷയത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നേക്കാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രസമുള്ളൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല, കേൾക്കുമ്പോൾ വളരെ അതിശയം തോന്നുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ആന്തരികാവയവങ്ങൾ അഴുകിയ നിലയിലായിരുന്നു. അതിൻ്റെ കൂടുതൽ പഠന റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ നടന്നു പോയി സമാധിയിരുന്ന ഒരാൾ, ഭയങ്കര ഹെൽത്തി ആയിരുന്ന ഒരാൾ എന്നൊക്കെ അവർ പറയുന്ന സ്ഥലത്ത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ തലയിലും ചെവിക്ക് പിന്നിലും ഒക്കെ ചതവുകളുണ്ട്. ആഴത്തിലുള്ള മുറിവല്ല ഇതൊന്നും, പക്ഷേ ചെവിക്ക് പിന്നിലും തലയുടെ ഭാഗങ്ങളിലും മുഖത്തുമൊക്കെ ആയിട്ട് ചെറിയ ചതവുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ പറയുന്നത്, ഇത് കഴിഞ്ഞിട്ടൊരു ഇന്ന് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു പത്രസമ്മേളനം കണ്ടു. അതിനകത്ത് മക്കളിരിക്കുന്നു, അമ്മ നടുക്ക്, പിന്നെ ഒരു അത്യാവശ്യം വണ്ണമുള്ളൊരു ആള് ഇരിക്കുന്നുണ്ട്. വേറെ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിതിനെ ഇങ്ങനെ വാദിച്ച് ഇതാവുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്മ ചാടി വീഴുകയാണ്. അമ്മ ചാടി വീണിട്ട് പറയുന്നുണ്ട്, ഞങ്ങളൊരു എന്താ പറയുന്നത്, ഒരു കൊതുക് കടിക്കാനുള്ള ഇട പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു പാടുകളും ഇല്ല. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കള്ളമാണെന്നാണോ ഇപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ടും ചതവുകൾ പറഞ്ഞിട്ടുണ്ട്. ആഴത്തിലുള്ള മുറിവല്ല, സ്കള്ളിലേക്കൊന്നും പോയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസ് നമ്മുടെ ബോൺസിലേക്ക് പോയിട്ടുള്ളതല്ല, ആഴത്തിലുള്ളതല്ല. പക്ഷേ എങ്കിൽ പോലും ചതവുകളുണ്ട്. അതിൽ കൃത്യമായിട്ടും ചതവുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നടന്നു പോയി സമാധി ഇരുന്ന ഒരാൾക്ക് ഇവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ എന്ത് ഇതാണ് വന്നിരിക്കുന്നത്? എവിടെ ശരിക്കും അവിടെ എന്തായിരിക്കും ചേട്ടാ സംഭവിച്ചിട്ടുണ്ടാവുന്നത്? അതായത് ഐശ്വര്യ, ഇതിനകത്ത് ഈ ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം സ്വാമി ആയിക്കോട്ടെ, അദ്ദേഹം അമ്പലം പണിതോട്ടെ, അദ്ദേഹം പ്രാർത്ഥിച്ചോട്ടെ, അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ, അവരുടെ ഈ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ കണ്ടു എന്ന് പറഞ്ഞു, ഒരു അമ്മയും മക്കളും ഒക്കെ ഇരുന്ന് സംസാരിച്ചെന്ന് പറഞ്ഞു. ഇവരുടെ അച്ഛൻ സമാധിയായി എന്നുള്ള കാര്യം ഒരിക്കലും ആ നാട്ടുകാരറിഞ്ഞില്ല. ഇവർ ഫ്ലെക്സ് വെച്ചു, ഞങ്ങളുടെ അച്ഛൻ സമാധിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു ഗ്രാമപ്രദേശമാണ്. ഒന്ന്, ചട്ടമ്പി സ്വാമി എന്ന് പറയുന്ന നമ്മുടെ സന്യാസി വര്യന്മാരിൽ ചട്ടമ്പി സ്വാമിക്ക് ശേഷം വേറെ ആരും സമാധി ആയിട്ടില്ല എന്നാണ് എൻ്റെ കൊച്ചറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത്. ബാക്കി സ്വാമിമാരെക്കുറിച്ച് ഇപ്പോൾ ശ്രീനാരായണ ഗുരു സമാധിയായെന്ന് ചുമ്മാ കണ്ണും പൂട്ടി പറയുന്ന ആ സമുദായത്തിലെ ഒന്നും അറിയാത്തവരുണ്ട്. അദ്ദേഹം സമാധിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ജീവനെ നമ്മുടെ തല പൊട്ടി, ജീവൻ നമ്മളത് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് തല പൊട്ടിപ്പോയി, അത്തരത്തിൽ കാര്യങ്ങൾ വേണോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. അപ്പോൾ സമാധി എന്ന് പറയുന്നത് യോഗികൾക്കുള്ളതാണ്. ശ്രീനാരായണ ഗുരു യോഗി അല്ല എന്നല്ല പറഞ്ഞത്. അദ്ദേഹം ഒരു യോഗികളിൽ യോഗിയാണ്, യോഗികളിലും യോഗിയാണ്. അദ്ദേഹത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കേരള സമൂഹത്തിന് അറിയാം. അതൊക്കെ വേറൊരു വശം, അതവിടെ നിന്നോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചട്ടമ്പി സ്വാമിക്ക് ശേഷം സമാധി ആരൊക്കെ ആയെന്നുള്ള കാര്യം ശരിക്കും അറിയില്ല. അതിപ്പോൾ ശിവഗിരിയിൽ ഒരു സ്വാമി മരിച്ചാലും നാളെ വാർത്ത വരുന്നത് സമാധിയായിട്ട് ആണ് എന്നായിരിക്കും. ഈ അടുത്തിടയ്ക്ക് ഒരു സ്വാമി മരിച്ചപ്പോൾ അങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഗോപൻ സ്വാമി മരിച്ചത് സമാധിയായി എന്നറിയുന്ന നാട്ടുകാർ നോക്കുമ്പോൾ ഗോപൻ എന്ന വ്യക്തി അദ്ദേഹത്തെ കാണാനില്ല. കഴിഞ്ഞ എത്രയെങ്കിലും അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. അതി തീവ്രമായ പലതരം രോഗങ്ങൾ, അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം അമ്പലം പണിതു, അദ്ദേഹം ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എടുത്ത് സമാധിയായി ഇരുത്തി കൊണ്ടുപോയി ഒരു കല്ലറ ഉണ്ടാക്കി ഒക്കെ ചെയ്ത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്, ഇവരൊക്കെ ഏത് ലോകത്ത് ജീവിക്കുന്നവരെന്നാണ് നമ്മൾ ഇവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കൂപമണ്ഡൂകങ്ങൾ എന്നാണ് പറയുന്നത്. കൂപമണ്ഡൂകങ്ങൾ. ഈ കൂപമണ്ഡൂകത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചേട്ടാ, ഈ പത്രസമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തൊട്ടിപ്പുറത്തുനിന്ന് ഈ അമ്മ ഇടയ്ക്ക് കയറുന്നുണ്ട്. അപ്പൊ അമ്മയുടെ കൈ ഇങ്ങനെ തട്ടി മാറ്റാണ്, പറയല്ലേ അവരെങ്ങാനും എന്തെങ്കിലും പറഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു ഈ അമ്മേനെ പിടിച്ചിട്ട് ഒറ്റക്കൊരു ചോദ്യം ചെയ്യൽ നടത്തി കഴിഞ്ഞു. അല്ല ഐശ്വര്യ, ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ ഈ പറയുന്ന നമ്മുടെ മുനിശ്രേഷ്ഠന്മാരെ കുറിച്ച് ഒരിക്കലും താഴ്ത്തി പറഞ്ഞതല്ല. നമ്മളെപ്പോഴും നമ്മുടെ മുൻതലമുറ, നമ്മുടെ പിന്നെ ഋഷിവര്യന്മാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. ഒരിക്കലും അങ്ങനെ ധരിക്കരുത് പ്രേക്ഷകർ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, കോടതി വിധി വരുന്നതിന് മുന്നേ ആ അമ്മയും മക്കളും കാണിച്ച ചേഷ്ടകൾ നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് കാട് കയറി പോകുന്നില്ല.
ഈ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ് അമ്മ കാണിച്ച പ്രകടനം, അത് ആ തുടക്കത്തിൽ കോടതി വിധി വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്, അതിനെ ആ കാട്ടിക്കൂട്ടുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ ഈ സർക്കാരിന് പങ്കില്ലേ? ഉണ്ട് എന്ന് ഞാൻ പറയും. കാര്യം 2 കോടതി വിധി വന്ന ശേഷം ആ യങ്ങായിട്ടുള്ള ആ സബ് കളക്ടറാണോ ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യൻ വന്നു, വൈറലായിട്ടുള്ള ആ പയ്യൻ യങ്ങായിട്ടുള്ള ആ കളക്ടർ വന്നിട്ട് എന്ത് വളരെ ഡൈനാമിക് ആയിട്ടാണ് കാര്യങ്ങൾ. കാര്യം ഇത്തരത്തിൽ സ്വഭാവം കാണിക്കുക, അത് ജാതി മത വർഗീയ മാറ്റി 2 ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടെ എനിക്കിതിൽ പറയാനുള്ളത്, ഒന്ന് ഈ പറഞ്ഞ ഇന്ന് ഈ പത്രസമ്മേളനം നടത്തിയല്ലോ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ 2 ആഴ്ചയോ 3 ആഴ്ചയോ മരണം കഴിഞ്ഞിട്ട് അതിന് 2ാമത് അവർ സമാധി ഇരുത്തി. വന്നവരാരൊക്കെ? ഋഷിവര്യന്മാര്. നാണമില്ലേ? തൊലി കരിഞ്ഞു പോണു. അതിപ്പോ അവരെ എന്ത് വേണമെങ്കിലും നടത്തട്ടെ, നിങ്ങൾ സമാധിയാക്കിക്കോ. മരണപ്പെട്ട ഒരാള് ഇതിന് ഈ സനാതന ധർമ്മത്തിനെ കൂട്ടുപിടിക്കുന്നത് ഭയങ്കര മോശമാണ്. 2ാമതും കൊണ്ടിരുത്തി. അതെ, അതിപ്പോ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ അവരിരുത്തട്ടെ. ഈ വരുന്ന ഋഷിവര്യന്മാർക്ക് നാണമില്ലേ? അല്ല, അതൊക്കെ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്കതിൽ അവരുടെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടന്നു കയറാൻ എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ചെയ്യട്ടെ. പക്ഷേ ഈ അമ്മ ഇന്ന് ചോദിച്ചതുപോലും ഇതിനെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യണത്. നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് എങ്ങനെ ചതവ് വന്നു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവരിങ്ങനെ പറയാണ്, ദൈവമേ സനാതനധർമ്മം, ഹിന്ദു സനാതനധർമ്മം. എന്താ ഈ പറയുന്നത്? അവർക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, കൂപ മണ്ടൂകങ്ങൾ എന്നേ പറയുള്ളൂ. ഇത് എഡ്യൂക്കേഷനുള്ള, അതായത് നമ്മളെല്ലാം പറയും, നമ്മളെന്താ ഹൈലി നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മുടെ ചിന്തകൾ വിശാലമാണ്, അതാണ് ആനയാണ് പൂനയാണെന്നൊക്കെ പറയും. എന്നിട്ട് ഇത് ശരിക്കും ഉണ്ടല്ലോ, നമ്മളെല്ലാം അങ്ങ് ചെറുതായി സനാതനധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കുക. അല്ല, എന്നിട്ട് അദ്ദേഹത്തിനെ സമാധി ഇരുത്തി അവിടെ പ്രാർത്ഥിക്കാൻ ആള് വരുമെന്ന് പറയുന്നു. ഇതൊക്കെ ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? എന്നിട്ട് അവർ ഇപ്പം ഐശ്വര്യ പറഞ്ഞ സനാതനധർമ്മം, അവർക്ക് സനാതനധർമ്മത്തിന്റെ അർത്ഥം അറിയാം. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അവര് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വേർഡ് മാത്രമാണ്. ഒന്നും അറിയാത്ത ആൾക്കാരാണ്. അല്ല, ഈ അമ്മയെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ അമ്മ പറയുന്നത് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഈ അമ്മ പറഞ്ഞു വെക്കുന്നത് സനാതനധർമ്മം. ഇതിപ്പോ എന്തായാലും സനാതനധർമ്മം അതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ വേറെ ആരും അല്ല, ഈ സനാതനധർമ്മക്കാരെ മിക്കവാറും പൊക്കും പോലീസ്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രോഗം ഉണ്ടായിരുന്ന രോഗിയായ അയാൾ അദ്ദേഹത്തെ ചികിത്സിക്കാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ അവിടെ കിടത്തി. എത്രയോ നാളുകളായി അദ്ദേഹം രോഗക്കിടക്കയിലായിരുന്നു. അദ്ദേഹത്തിന് മരുന്ന്, അതല്ലേ പറഞ്ഞ നാട്ടുകാർ ഈ ഫ്ലെക്സ് വെച്ച് അച്ഛൻ സമാധിയായി എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അറിയണത്, അയ്യോ നമ്മളെ ഗോവേണ്ണൻ മരിച്ച്, ഗോവേണ്ണ സമാധി. ആവട്ടെ വേറെ എന്തോ ആവട്ടെ ചേട്ടാ, പക്ഷെ ഇവര് സമാധിയാക്കിയതല്ല എന്റെ പ്രശ്നം. ഒരാള് മരിക്കുന്നതും ജനിക്കുന്നതും ഇത് രണ്ടും നമ്മളുടെ, എനിക്ക് സമാധിയാക്കിയത് പ്രശ്നം തന്നെ അല്ല. എന്റെ ആർക്കും പറ്റുന്നതല്ല. എൻ്റെ നിയമങ്ങളും എൻ്റെ ഭരണഘടന, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ നാട്ടിലെ ഭരണഘടന വെച്ചിട്ട് ഒരാൾ മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും അത് കൃത്യമായിട്ടും നമ്മുടെ സർക്കാരിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം. ജനനവും മരണവും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അപ്പൊ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാള് മരിച്ചു കഴിഞ്ഞിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മരണപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളുടെ കാഴ്ചയിൽ അത് വെറും ഇപ്പൊ ഈ കാണിക്കുന്നത്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ആന്തരികാവയവങ്ങളുടെ റിസൾട്ട് കൂടി വരുമ്പോൾ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കള്ളക്കളികൾ ഉണ്ടോ എന്നുള്ളതും ഇപ്പൊ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞ് കരയുന്ന, എന്റെ ശിവനെ എന്ന് പറഞ്ഞ് കരയുന്ന ഈ അമ്മ ഉൾപ്പെടെയുള്ളവരെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞുതരാം. തൂക്കിക്കൊണ്ട് പോകും. ഇത് അദ്ദേഹത്തിന് രോഗമായിരുന്നു. അദ്ദേഹം കിടക്കയിലായിരുന്നു. അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല. സമാധിയാകണം. അതായത് ഇവർക്ക് ഒരു കാര്യം മാത്രം അറിയാം, സമാധിയാകുന്നതിലൂടെ കിട്ടുന്നൊരു പബ്ലിസിറ്റി. അതാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. വിഡ്ഢി സ്വർഗത്തിൽ ജീവിക്കുകയാണ് ഇവരൊക്കെ. വിഡ്ഢി സ്വർഗത്തിൽ ജീവിക്കുന്ന പടുവിഡ്ഢികളാണെന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ.